ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. അവിടെയായിരുന്നു ഞങ്ങളുടെ കാറും സാധനങ്ങളൊക്കെ വെച്ചായിരുന്നത്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പുതിയ സ്ഥലത്തോട്ട് ഏകദേശം 1200 കിലോമീറ്റർ ഉണ്ട്. ഫ്ലൈറ്റ് ഒരു ദിവസം ഡിലേ ആയ കാരണം റെസ്റ്റ് എടുക്കാൻ പോയിട്ട് ഡ്രസ്സൊന്നും മാറാൻ പോലും സമയം കിട്ടിയില്ല. വണ്ടിയുടെ ബാക്ക് മൊത്തം ഞങ്ങളുടെ സാധനം കൊണ്ട് നിറഞ്ഞിരിക്കുക. ചൈനയിൽ ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് യാത്ര ചെയ്യാൻ പോണേ. ഞങ്ങൾ ഇറങ്ങിപ്പോൾ ഏകദേശം 5 മണിയായി. ഇന്ന് മാക്സിമം ഒരു 9 മണി വരെ ഓടിക്കും. രാത്രി ഓടിക്കുന്നത് റിസ്ക്കാണ്, കാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡാണ്. ആദ്യത്തെ ദിവസം വണ്ടി ഓടിച്ചത് ഏകദേശം 350 കിലോമീറ്റർ. രാത്രിയായപ്പോൾ ഞങ്ങൾ എത്തിയത് ഫൂജോ എന്ന സിറ്റിയിലാണ്. ആ രാത്രി അവിടെ ഒരു ഹോട്ടലിൽ കഴിച്ചുകൂട്ടി. Second day. Today supposed to reach. Tonight we will reach. And then we have bigger task. Each hand kilometer, 1000 kilometer, 883 kilometer. 加油! 加油! രണ്ടാം ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 8 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു 900 കിലോമീറ്റർ ഉണ്ട്. ഒരു 400 കിലോമീറ്റർ ആയപ്പോഴേക്കും ഞാൻ അവശതയായി. ഉച്ചയായി. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു സർവീസ് സ്റ്റേഷനിൽ കയറി. ഈ സർവീസ് സ്റ്റേഷനിൽ ആകെ 2 കടയുള്ളൂ. അതിലൊന്ന് മാത്രം ലഞ്ച് കിട്ടും. ഞങ്ങൾ ഒരു പൊറോട്ടയും കുറച്ച് ഫ്രൈഡ് റൈസും പറഞ്ഞു. കുറേ ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ചൈനക്കാരെങ്ങനെയാണ് ചോപ്സ്റ്റിക്ക് വെച്ച് ചോറ് കഴിക്കണേന്ന്. Chopstick and rice with chopstick. 那可是 skip 了。等一下再来一个。然后比较多一点 brownie。OK。So hard. What's inside? So big meal. This is Kerala porota. 我吃一个。啊，说坏了，算了。Nothing inside. Too hard. Oh my god. Can win, right? But how come it's so big? They put the rice inside. ചിക്കൻ വിങ്ങിൻ്റെ അകത്ത് ചോറ് വെച്ചൊരു ഐറ്റം. അടിപൊളിയായിരുന്നു ടേസ്റ്റ്. ആ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരേ ഒരു സാധനമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഇതായിരുന്നു. വണ്ടി ഓടിച്ചാൽ എനിക്ക് നല്ല ക്ഷീണമുണ്ടായി. ഞാൻ അവളോട് ഇനി കുറച്ച് നേരം വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ഇവളാണെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇവള് സ്റ്റീറിങ്ങിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ രൂപവും ഭാവവും മാറും. മൊത്തത്തിൽ പേടിയും ടെൻഷനുമാണ്. ഇവള് ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 10 വർഷമായി. പക്ഷെ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഹൈവേ കൂടെ ഓടിക്കാനാണ് കൂടുതൽ പേടി. കാരണം മിനിമം ഒരു 60 അല്ലെങ്കിൽ 80 സ്പീഡ് ലിമിറ്റിലും പോകണം. ഞാൻ ഇവളോട് എപ്പോഴും പറയും, ഹൈവേ കൂടെ ഓടിക്കാൻ പേടി വേണ്ട, കാരണം നേരെയുള്ള റോഡ്, എല്ലാവരും നല്ല സ്പീഡിൽ. വഴി പോണ ആൾക്കാരില്ല, ബൈക്കുകാരില്ല, ആകെ ഉള്ളത് കാറും ട്രക്കും. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സില്ല മനസ്സോടെ അവ വണ്ടി ഓടിച്ച് തുടങ്ങി. There's one car coming. 好害怕。拜拜。Suddenly have 2 cars. So many cars come. Only 2 cars come. She cannot drive now. All this way, empty road, only occupied by myself. These 2 cars suddenly come. ഇവളിപ്പോൾ വണ്ടി ഓടിച്ച് ഏകദേശം 50 കിലോമീറ്ററായി. പക്ഷേ ഇവളുടെ ഗൗരവത്തിനൊരു കുറവുമില്ല. സ്പീഡ് ഇപ്പോൾ 100 കവിഞ്ഞു. ഇവിടുത്തെ ഹൈവേയിൽ മാക്സിമം സ്പീഡ് 120 വരെ നമുക്ക് പോവാം. കുറച്ച് നേരം എനിക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും റിലാക്സായി. പക്ഷേ ഇവളിപ്പോഴും നല്ല ഗൗരവത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ കോൺസെൻട്രേഷനിൽ കൈ ഒന്നും സ്റ്റിയറിങ്ങിൽ നിന്ന് എടുക്കാണ്ട്. എന്തായാലും 100 കുറയാണ്ട് നമ്മൾ പോണ്ട്. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഒരു ചിരി. ക്യാമറ ഓഫാക്കിയെന്ന് പറഞ്ഞപ്പോൾ അതും പോയി. അങ്ങനെ വണ്ടി ഓടിച്ച് ഇവളൊരു എക്സ്പെർട്ടായി മാറി. ഇപ്പോൾ ഓടുന്നത് 120-നൊക്കെ മേലെ. കുറച്ച് റിലാക്സേഷനൊക്കെ മുഖത്ത് കാണാൻ പറ്റും. പിന്നെ വേറെ വണ്ടി റോഡിലുണ്ടായ ഒരു പ്രശ്നവുമില്ല. ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി.
ബാക്കിയുള്ള ഒരു 300 ചില്ലാൻ കിലോമീറ്റർ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടിച്ച് ഞങ്ങളുടെ ലക്ഷ്യത്തോടെ എത്താറായി. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അണ്ടർസീ ടണലിലോട്ടാണ്, ഷെൻജൻ ടു ജോങ്ഷാൻ. ഈ ഹൈവേക്ക് മൊത്തം 30 കിലോമീറ്റർ നീളമുണ്ട്. അതിൽ 10 കിലോമീറ്റർ അണ്ടർസീ ടണലാണ്. അതിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാപ്പ് കണ്ടറിയാം ഞങ്ങളിപ്പോൾ നടുക്കടലിലാണ്. ഈ ടണലിൽ കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഫീലിങ്ങും ഇല്ല, സാധാരണ ഒരു ടണലിൽ കൂടെ പോണ പോലെ തന്നെ. അങ്ങനെ ഞങ്ങളുടെ അണ്ടർസീ യാത്ര കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 20 കിലോമീറ്റർ ബ്രിഡ്ജാണ്. ഇൻഫ്രാസ്ട്രക്ചറിൽ ചൈനക്കാരെ വെല്ലാൻ വേറെ ആരുമില്ല. ഇവർ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടാൽ മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഞങ്ങളുടെ സ്ഥലമെത്തി. ഞങ്ങളിപ്പോൾ ഹൈവേയിൽ നിന്ന് ഇറങ്ങാൻ പോവാ. ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഹൈവേയിൽ കയറിയപ്പോൾ ഒരു കാർഡ് തന്നായിരുന്നു. അതിപ്പോൾ തിരിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഹൈവേ ഫീ എത്രയായെന്ന് അറിയാൻ പറ്റും.